إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا صدق الله. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അഹ്സാബിലെ 41, 42 ആയത്തുകൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കരുതേണ്ടുന്ന ആയത്തുകളാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തും നമ്മളും തമ്മിലുള്ള ബന്ധം ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമസ്ഥനാ, നമ്മളോ അടിമകളാണ്. ഒരടിമക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ആ ഉടമ നമുക്ക് ഔദാര്യമായി തന്നിട്ടുണ്ട്. അവൻ തന്നതെല്ലാം ഒരു ഔദാര്യമാണ്. അടിമക്ക് എന്തെല്ലാം ലഭിക്കുന്നുണ്ടോ അതെല്ലാം ആ ഉടമയുടെ കാരുണ്യവുമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഉടമസ്ഥനായ തൻ്റെ രക്ഷിതാവ്, ആ രക്ഷിതാവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ആ കാര്യങ്ങളിലൂടെ അവനെ സ്നേഹിക്കാനും അവനെ ഓർക്കാനും കഴിയുക എന്നതാണ് ഒരടിമയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സൗഭാഗ്യം എന്ന് പറയുന്നത്, നല്ല ഗുണം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാലോ,
നമ്മളല്ല നമ്മളെ സൃഷ്ടിച്ചത് എന്നത്. നമുക്ക് വേണ്ടതൊന്നും നമ്മൾ ഉണ്ടാക്കിയതുമല്ല. പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടവൻ സൃഷ്ടിക്കുകയും അനുഗ്രഹീതമായി നമ്മെ പോറ്റുകയും ചെയ്യുകയാണവൻ. അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം തിരിച്ചു ചെല്ലേണ്ടത് അവൻ്റെ അടുക്കലേക്കാ. അവിടെയും അവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു നാഥനെ ജീവിതത്തിൽ ഉടനീളം ഓർത്തുകൊണ്ടിരിക്കുക, ഓരോ നിമിഷവും അവൻ്റെ കൽപ്പനകൾക്ക് കാതോർക്കുക, അവനിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുക, അവൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് ഉൾക്കൊള്ളുക. ഇങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വന്ന് കിട്ടണം. അതാണ് നമ്മുടെ യഥാർത്ഥ രക്ഷ. ആ രക്ഷയ്ക്കുള്ള യഥാർത്ഥ മാർഗമേത്? അങ്ങനെ ഒരു രക്ഷ കിട്ടാൻ യഥാർത്ഥ വഴി ഏത്? പ്രിയരെ, നമുക്കൊക്കെ അറിയാലോ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കലാണ് എന്ന് അള്ളാഹു തന്നെ നമ്മെ ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസ് നിലനിൽക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നാണ്. ആ ഓർമ്മ തെറ്റിപ്പോയാൽ ജീവിതത്തിന്റെ ബാലൻസ് തന്നെ തെറ്റിപ്പോകും. ആ സ്മരണ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണത് ജീവിതത്തിൽ നിലനിർത്തേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്, ബോധ്യപ്പെടുത്താനാണ് ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ടുള്ളത്. ആ ജീവിതങ്ങളിലെ ഏറ്റവും മഹിതമായ ഒരു ഏടാണ് നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിലൂടെ പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെയാണ്, അദ്ദേഹത്തിന്റെ മക്കളിലൂടെയാണ്, ഇണയിലൂടെയാണ് അള്ളാഹുവിനെ നമുക്ക് എങ്ങനെ ഓർത്ത് ജീവിക്കാം എന്ന് ശരിക്കല്ലാഹു അക്കമിട്ട് പഠിപ്പിച്ചു തരികയാണ്. അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ ഈ ആയത്തൊന്ന് മായാത്ത മഷി കൊണ്ട് അറിയണതാണ്, എന്നാലും ഒന്ന് എഴുതി വെക്കണം. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. എങ്ങനെ ഓർക്കണം? ദിക്റൻ കസീറൻ, ധാരാളമായി ഓർക്കണം. വസബ്ബിഹൂഹു, അവന് തസ്ബീഹ് ചെയ്യണം. ബുക്റതൻ വഅസീലൻ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. പ്രിയരെ, ദിക്റുള്ള ആ സ്മരണ നമുക്കൊഴിച്ചുകൂടാനാവാത്തൊരു ഇബാദത്താണ്. തന്റെ റബ്ബിനെ ഓർക്കുമ്പോൾ എങ്ങനെ ഓർക്കണം? ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ആൾക്കൂട്ടത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ നമ്മുടെ മക്കളോടൊന്നിച്ച് തമാശ പറയുമ്പോ, കുടുംബത്തോടൊന്നിച്ച് സല്ലപിക്കുമ്പോ, പള്ളിയിലിരിക്കുമ്പോ, സദാസമയം ഒരടിമ തന്റെ ഉടമയെ സ്മരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന അനുഭൂതിദായകമായ ഒന്നിനാണ് നമ്മൾ ദിക്ർ എന്ന് പറയുക. എനിക്കറിയാത്തതല്ല പറയണ കേട്ടോ, പക്ഷെ ഇതിന്റെ ആഴം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വിശദമായി പറഞ്ഞത്. ഈ അറബിയില് ദിക്ർ എന്ന് പറഞ്ഞാല് നൈരന്തര്യത്തോടുകൂടി പറയുക എന്നാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നമ്മുടെ കണ്ണും കാതും കയ്യും കാലും എല്ലാ അവയവങ്ങളും പങ്കാളികളാകുന്ന ഒരു പ്രോസസ്സാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അള്ളാഹു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ എന്ന് പറഞ്ഞത്. ഖുർആനില് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ദിക്റിനോട് ചേർത്താണ് കസീർ എന്ന പദം പറഞ്ഞിട്ടുള്ളത്. വേറെല്ലായിടത്തൊന്നും പറഞ്ഞില്ല അധികം. നേരെ ദിക്ർ എന്ന് പറയുന്നിടത്താണ് ദിക്റൻ കസീറൻ. അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കണം. ദിക്റാണ് ഏറ്റവും മഹത്തരമായ കാര്യം. വല ദിക്റുല്ലാഹി അക്ബർ. നിങ്ങളുടെ കൂടെ വരണേ. വല ദിക്റുല്ലാഹി അക്ബർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മള് ദിക്ർ എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ, ചിന്തിക്കുക. ഇപ്പൊ അള്ളാനെ ഓർക്കണം എന്ന് പറയുമ്പോ നമ്മൾ നമസ്കാരം അള്ളാനെ ഓർക്കാനാണ്, സ്വതക്ക, നമ്മൾ നോമ്പ്, ഹജ്ജ്, എല്ലാ ഇബാദത്തുകളും. പക്ഷെ അള്ളാനെ ഓർക്കണമെന്ന് അള്ള പറഞ്ഞൊരു രംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇപ്പൊ ജുമുഅയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് അനൂദിയ ലിസ്വലാത്തി മി യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഅ.
ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. ഈ ജുമാക്ക് വരാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ നിങ്ങൾ എവിടേക്ക് വരണം? ദിക്റുള്ളയിലേക്ക് വളരെ വേഗത്തിൽ വരണം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാലോ ഫൈദാ ഖുലിയത്തി സ്വലാ ഫന്തശിറൂ ഫിൽ അർളി വബ്തഉ മിൻ ഫളിലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ. ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കലല്ല, പിന്നെ നിങ്ങളുടെ മഈശത്ത് അന്വേഷിച്ച് നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? അള്ളാഹിന്റെ ഫളിൽ അന്വേഷിക്കണം. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെയാണ് അള്ളാഹ് പറയണത് വദ്കുറുല്ലാഹ കസീറൻ. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ ഏത് കാല് വെക്കണം? ഇടത് കാല് വെക്കണം. ഇടത് കാല് വെച്ച് നമ്മൾ എവിടേക്കാണ് സാധാരണ പോവുക എന്നാലോചിച്ച് നോക്കിയേ. പള്ളിയിൽ ഇരിക്കുമ്പോ എന്തായാലും നമുക്ക് ദിക്റുള്ള ഉണ്ടാവും. വളരെ അപൂർവമൊക്കെ മനസ്സ് തെറ്റിപ്പോവുള്ളൂ. പക്ഷേ ഇനി നിങ്ങൾക്ക് ദിക്റുള്ള വേണം. ആ ദിക്റുള്ള നിങ്ങൾ നമസ്കരിക്കുന്നതിന്റെ 50 ഇരട്ടി ഭക്തി ഉണ്ടെങ്കിലേ ഒരു പക്ഷേ ഇവിടുത്തെ ദിക്റുള്ള നിലനിർത്താൻ കഴിയുള്ളൂ. അല്ലേ? അങ്ങാടിക്കും കുടുംബത്തിലേക്കും മക്കളിലേക്കും നമ്മളെ ജോലി സ്ഥലത്തേക്കും നമ്മുടേതായ ഫീൽഡിലേക്കും നമ്മൾ ചെല്ലുമ്പോ ഒരു വക്ത് നിസ്കരിക്കാനുള്ള ഭക്തി മാത്രം മതിയാവൂല ദിക്റുള്ള നിലനിർത്താൻ. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് വദ്കുറുല്ലാഹ കസീറൻ. ഇവിടെ നിങ്ങൾ ദിക്ർ ഇവിടെ മാത്രം പോരാ, അവിടേക്ക് പോകുമ്പോഴും ദിക്ർ വേണം. അപ്പൊ ആ ദിക്ർ എങ്ങനെയാ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്ത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആയിഷ ബീബി മറുപടി പറഞ്ഞ എന്തറിയാമോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഹബീബായ റസൂലിൽ എപ്പോഴും ഉണ്ടാവും. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാലിഹി. നേരം ശ്രദ്ധിക്കാൻ എനിക്ക് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അത് ഒന്നല്ല, ഒരു 100 ഖുത്ബ പറഞ്ഞാലും തീരാത്ത നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് സൂചനയാണ് പറഞ്ഞു തരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഹബീബായ റസൂലേ, മുജാഹിദുകളായ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ആളുകൾക്ക്, ധീരയോദ്ധാക്കൾക്ക് അള്ളാഹു കൂലി കൊടുക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്തരക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുക ആർക്കായിരിക്കും? എങ്ങനെയുള്ള മുജാഹിദുകൾക്കായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദാകിറൂനല്ലാഹ ദിക്റൻ കസീറൻ വദ്ദാകിറാത്ത്. പ്രിയരെ, നല്ലപോലെ ശ്രദ്ധിക്കണം. അദ്ദാകിറൂനല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുന്നവരാണവര്. ദിക്റൻ കസീറൻ, ധാരാളമായി. വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ഓർക്കുന്ന പെണ്ണുങ്ങൾ. നേരത്തെ പറഞ്ഞതാണെങ്കിൽ പിന്നീട് സ്ത്രീകളെയും അല്ലാഹു നിർത്തി പറഞ്ഞു. എല്ലാരും നിസ്കരിക്കാൻ പറയും. നല്ല നമസ്കാരക്കാരനാവണമെങ്കിൽ, ജീവിതത്തിലൂടെ അള്ളാഹുവിനെ ഓർക്കുന്നവരാകണമെങ്കിൽ, നല്ല സ്വതക്ക കൊടുക്കുന്ന ആളുകളാകണമെങ്കിൽ, നല്ല നോമ്പ് നോൽക്കുന്നവരാകണമെങ്കിൽ, നല്ല ഹാജിയാവണമെങ്കിൽ, നല്ല ആബിദാകണമെങ്കിൽ അദ്ദാകിറൂനല്ലാഹ ദിക്റൻ കസീറ. അപ്പോ ദിക്ർ എന്ന് പറഞ്ഞാൽ ചൊല്ലിപ്പറയൽ മാത്രമല്ല. അല്ലേ? ചൊല്ലിപ്പറയലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചൊല്ലിപ്പറയൽ മാത്രല്ല, ജീവിതമാണ് ദിക്റുള്ള എന്ന് പറയുമ്പോ. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ ജീവിതം. അതാണ് ഇസ്മാഈലി ജീവിതം. അതാണ് നമ്മുടെ ഉമ്മയുടെ ജീവിതം, ഹാജറ ബീവിയുടെ ജീവിതം. അതാണ് എങ്ങനെ ജീവിതത്തിലൂടെ അള്ളാഹുവിനെ ഓർത്തെടുക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്നലെ അറഫയിൽ മക്കത്തെ ഇമാം ഡോക്ടർ സാലിഹ് ഇബ്നു ഹമീദ് ഹഫിളഹുള്ളയുടെ ഖുതുബ ശ്രദ്ധിച്ചു. അതിന്റെ മലയാള പരിഭാഷ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയോ? 18 ലക്ഷത്തോളം ഹാജിമാരോട്, അതിനേക്കാൾ അപ്പുറം ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോട് അദ്ദേഹം സംബോധനം ചെയ്തു പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനം ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. അവിടെ ദിക്ർ എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്? അള്ളാഹുവിനോടുള്ള കൽപ്പന പാലിക്കുക, അള്ളാഹു വിലക്കിയത് ഒഴിവാക്കുക, നീതിയിലും ഭക്തിയിലും സഹകരിക്കുക, കുടുംബ ബന്ധം നിലനിർത്തുക,
മാതാപിതാക്കളോട് ദയ കാണിക്കുക, സത്യം പറയുക, വിനയത്തോടെ സംസാരിക്കുക, കരാറുകളും വാഗ്ദാനങ്ങളും നിറവേറ്റുക, ജീവിതത്തിൽ നല്ല ധാർമ്മികത പുലർത്തുക. ഇതെല്ലാമാണ് ദിക്റുള്ള എന്ന് പറഞ്ഞാൽ. കൂടാതെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങളിൽ ക്ഷമയ അവലംബിക്കുക, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുക, അള്ളാഹുവോട് എപ്പോഴും പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുക. അടിമയും ഉടമയും തമ്മിലുള്ള ആത്മീയമായ ബന്ധം, ആ ബന്ധമാണ് അവിടെ നിന്ന് നൽകിയ പ്രസംഗത്തിന്റെ സംഗ്രഹം. ആലോചിച്ച് നോക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താ? അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണം. ഒന്ന് ശുക്ർ, ഒന്ന് ഫിക്ർ, ഒന്ന് ദിക്ർ. ഇങ്ങനെ 3 തിരിച്ചും പറയാട്ടോ. ദിക്ർ, ഫിക്ർ, ശുക്ർ. ശുക്ർ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു തന്നു. അതൊരു ആക്ടിവിറ്റിയാണ്. നന്ദി എന്ന് പറഞ്ഞ അതൊരു പ്രവർത്തനമായി വരണം. പിന്നെ ഫിക്ർ, നമ്മുടെ ചിന്ത, ആലോചനകളും ഓർക്കലും ചിന്തകളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമാണ്, വ്യത്യസ്ത സാഹചര്യമാണത്. ഫിക്റും ദിക്റും ഒന്നല്ല, രണ്ടും രണ്ടാ. ഓർത്താൽ സ്നേഹം ഉണ്ടാവും, ആലോചിച്ചാലോ? ശരിക്കും ആലോചിച്ചുകൊണ്ടോ? ഈ ആലോചനയും അതേപോലെ ഓർക്കലും രണ്ടും രണ്ടാണ് ഭാഷയില്. നമ്മൾ വിദേശത്ത് പോയ ആളുകൾക്കറിയും, നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ഇങ്ങനെ ഓർക്കാണെന്ന് വെച്ചാൽ കണ്ണിൽ വെള്ളം നിറയും, അവരെ കാണാൻ കൊതി തോന്നും. അത് ഒരു ഓർക്കലാണ്, അതല്ല ഫിക്ർ എന്ന് പറഞ്ഞ ചിന്ത വേറെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന. ആദ്യം പറഞ്ഞത് ഏതാണ്? അള്ളാനെ ഇരുന്നും കിടന്നും നിന്നും. നമുക്ക് അങ്ങനെ ഒരു 3 സാഹചര്യമേ ഉള്ളൂ. ഒന്നുകിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക. വേറെ അവസ്ഥയില്ലല്ലോ. ഈ 3 അവസ്ഥകളിലും അള്ളാനെ ഓർക്കും. വയതഫക്കറൂൻ, അവർ ആലോചിക്കലേതനാണ് ഈ വാനഭൂവനങ്ങളുടെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട്. ദിക്ർ നമ്മളുടെ സംസ്കാരമാവണം. അല്ല നമ്മളോട് പറഞ്ഞത് വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ, വിനയാന്വിതനായി ശബ്ദം ഉയർന്നു പൊങ്ങാതെ രാവിലെയും വൈകുന്നേരവും താഴ്മയോടുകൂടെ അള്ളാഹുവിനെ ഓർത്ത് ആവശ്യങ്ങൾ ചോദിക്കണം. വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഒരു ഗാഫിലാവരുത്, അശ്രദ്ധനാവരുത്. അവനാണ് ലോകത്തെ ഏറ്റവും ആത്മബലമുള്ളവര്, ധൈര്യശാലി. പ്രിയരെ, അള്ളാഹുവിലേക്ക് നമ്മൾ നേരത്തെ എണ്ണിയാലോ, ഇതൊക്കെ ജീവിതത്തിലുള്ള ഒരു മനുഷ്യന് പേടിയുണ്ടാവോ? അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുന്ന ഒരു മനുഷ്യന് ഭയം ഉണ്ടാവോ? ലോകത്ത് ആർക്കാ പേടി? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പേടി ആർക്കാ? ഒന്ന് അനങ്ങിയിരിക്കുക എല്ലാരും. നമ്മൾ എന്തിനാ പേടിക്കണത്? പേടി എന്ന് പറയുന്ന ഒരു സാധനം ആർക്കാന്നോ? തെറ്റ് ചെയ്യുന്നവർക്കാണ്, പാപികൾക്കാണ് പേടി. മുഅ്മിനുകൾക്ക് പേടി ഉണ്ടാവില്ലല്ലോ, കാരണം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചവരാണ്. ദിക്റുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വരാതിരിക്കാൻ അള്ളാഹു നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തരും. എങ്ങനെ ഉണ്ടാക്കി തരും എന്നറിയോ? ഒരു ഖുദ്സിയായ ഹദീസിൽ ഒരുപാട് വചനങ്ങളുണ്ട്, ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം. അള്ളാഹു അവന്റെ മലക്കുകളെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മെ സംബന്ധിച്ചു പറയുന്ന വർത്തമാനം അല്ല പറഞ്ഞു തരികയാണ്. അന വലന്നു അബ്ദി ബി, ഞാന് എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ഞാന്. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ സ്വന്തമായിരുന്ന് എന്നെ ഓർത്താൽ ഞാനും അവനെ ഓർക്കും. അല്ലാഹ് പറയണേ, നേരെ നോക്കണം. എന്നിട്ട് അടുത്ത വാക്കും കൂടി ശ്രദ്ധിക്കേ. വഇൻ ദക്കറനി ഫീ മലയിൻ ദക്കർതുഹു ഫീ മലയിൻ ഖൈറും മിൻഹും, ഒരു സദസ്സിൽ വെച്ചാണ് അവൻ എന്നെ ഓർക്കുന്നതെങ്കിൽ അതിനേക്കാളും മഹത്തരമായ ഒരു സദസ്സിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനല്ലത്. നമ്മൾ നോക്ക്, വളരെ പ്രധാനപ്പെട്ട കഴിവുള്ള ഒരു നേതാവ് നമ്മളോട് പറയാ, നിനക്കെന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ധൈര്യം ഉണ്ടാവും. നമ്മൾ ആരോടും അങ്ങനെ ചോദിക്കാനും പറയാനും പോകാത്തതുകൊണ്ടാ നമുക്ക് മനസ്സിലാകും. നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വരാത്തത് കൊണ്ട്. ചില ആളുകളൊക്കെ രാജ്യത്ത് നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തിന്റെ ബലത്തിലറിയോ? അത് ഇന്ന ആള് ഇന്നെ സഹായിക്കും, മറ്റോരുണ്ടാവുമ്പോ എനിക്ക് പേടിക്കണം, മനുഷ്യൻ എന്തും ചെയ്യും. അങ്ങനെയാണ്.
പക്ഷേ ഇവിടെ അല്ല പറഞ്ഞു തരണമെന്തറിയോ? അള്ളാഹു പറഞ്ഞത് എല്ലാ കഴിവുമുള്ള റബ്ബ് പറയാ, എന്നെ ഓർത്താൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. അള്ളാഹുവിന്റെ ആ മഅയ്യത്ത് നമുക്ക് കിട്ടുന്ന ഇതാണ് ഇബ്രാഹിമി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫലം എന്ന് പറയണത്. നമ്മളൊക്കെ പഠിച്ച ചരിത്രങ്ങളിലേക്ക് ഇനി പോവല്ല. അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും ആര് എന്ത് സഹായം വേണമെന്ന് പറയുമ്പോ എനിക്കെന്ത് സഹായം വേണമെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്, ഇന്റെ റബ്ബന്റെ കൂടെ ഇല്ലേ എന്നാണ്. അള്ളാഹുവിന്റെ മഅയ്യത്ത് അതാണ് പ്രിയരെ ഈ ലോകത്തെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയണത്. അത് ഈ ദിക്ർ നമ്മൾ വർദ്ധിപ്പിച്ചാൽ പടച്ചോൻ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിയിട്ട് ജീവിതം തന്നെ നമുക്ക് ഈസിയാക്കി തരും. എങ്ങനെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാധാരണ നമ്മുടെയൊക്കെ പെൺകുട്ടികള് വളരെ പ്രധാനപ്പെട്ട വല്ല ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുതിയാപ്പിളനോട് പറയണതിന്റെ മുമ്പ് വാപ്പാരോട് വന്നിട്ട് സ്വകാര്യമായിട്ട് പറയും, ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന്. ആ ആവശ്യം തന്നെ ഫാത്തിമ ബീവി വന്നിട്ട് പറഞ്ഞു, നോക്കിപ്പ എന്റെ കയ്യിലാകെ ഇങ്ങനെ തഴമ്പ് പൊട്ടി ഇങ്ങനെ കായുണ്ട്, അവിടെ പണിയെടുത്തിട്ട് പ്രയാസമുണ്ട്, ഇപ്പൊ എനിക്കൊരു ഹാദിമിനെ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഒരു സെർവന്റിന് വെച്ച് തരുമോ? ആ ഉപ്പ തിരിച്ചു പറഞ്ഞതറിയാം, മോളെ അങ്ങനെ ഒന്നും ഉപ്പാൻ്റെ കുട്ടി ആലോചിക്കല്ലേ. അങ്ങനത്തെ ഒക്കെ ചിന്ത വരുമ്പോ കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ കുട്ടി എന്ത് പറയണം? സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. ഈ പദത്തെ ഞാനിത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇതിനെ ഇസ്തിംബാത്ത് ചെയ്തിട്ട് ഉലമാ പറഞ്ഞൊരു വാക്കെന്തറിയാമോ? ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ ഏത് ഭാരിച്ച ജോലിയും എളുപ്പമായി തീരുന്ന. യുദ്ധമുഖത്തേക്ക് പോകുന്ന സൈനികരോട്, മുജാഹിദുകളോട് അല്ല പറഞ്ഞ വാക്കെന്തറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, യുദ്ധമുഖത്തെത്തിയാൽ നിങ്ങൾ അവിടെ ഉറച്ചു നിന്നിട്ട് വദ്കുറുല്ലാഹ കസീറാ. അവിടെയും പറഞ്ഞത് ഏതാ? വെറും വദ്കുറുല്ലാഹ് എന്നല്ല പറഞ്ഞത്, വദ്കുറുല്ലാഹ കസീറാ. അല്ലാഹനെ ധാരാളം ഓർത്താൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കിട്ടും. നിങ്ങൾ നോക്കിയേ, ബദറില് അല്ലാഹുവല്ലാത്ത മറ്റൊരു ചിന്തയും ആ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് എണ്ണത്തിൽ എത്രയോ കുറവായിട്ട് പോലും അള്ളാഹു അവർക്ക് വിജയം കൊടുത്ത്. നിങ്ങൾ നോക്കിയേ, ഒരു അത്യാവശ്യമൊക്കെ മോശമല്ലാത്ത ഒരു സൈന്യമാണ് ഉഹദിൽ വന്നത്. പക്ഷെ ഉഹദിനെ കുറിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നതറിയോ? വമിൻകും മയ്യുരീദു ദുനിയാ, ഈ വന്ന കൂട്ടത്തില് ദുനിയാവ് കുറച്ച് ഉദ്ദേശിക്കുന്നവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ദുനിയാവിൽ നേരത്തെ കിട്ടിയ സുഖമല്ല അവിടെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എന്തറിയോ? ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കുക എല്ലാ സന്ദർഭങ്ങളിലും. എന്നിട്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദിക്ർ ജീവിതത്തിലൂടെ വരണം. വാചികമായി ലഫ്ളിയായിട്ടുള്ള ദിക്റുകൾ കൂടെ വരികയും ചെയ്യണം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഈ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിന്റെ അവസാന ഘട്ടം എത്തിയപ്പോ നല്ലപോലെ ശ്രദ്ധിക്കണം. അദ്ദേഹം വന്ന് പറഞ്ഞെന്തറിയാം? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യാണ്, യാ റസൂലല്ലാഹ് ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ, ഇസ്ലാമിക നിയമങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വന്നല്ലോ റസൂലേ. ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി. അത് എല്ലാം പാടെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച നമുക്ക് ചെയ്യാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഒരൊറ്റ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും, അതിലൂടെ എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ എന്താ പറഞ്ഞു കൊടുത്തറിയോ? ലാ യസാലു ലിസാനുക് റത്ബൻ മിൻ ദിക്രില്ലാ, നിന്റെ നാവിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ത് ചെയ്യണം? സജലമായി സജീവമായി നിൽക്കണമെന്നാണ്. വെച്ചാൽ ഈ റതബ് എന്ന് പറഞ്ഞാൽ മയമുള്ളത്, നനവുള്ളത് എന്നാ, ഉണങ്ങിയതാവരുത് എന്നാണ്. ഇതിനെക്കുറിച്ച് എങ്ങനെയാ പറഞ്ഞെന്നറിയാം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ റുതബം മിൻ ദിക്രില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ രാവിലെ എണീക്കുക, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുക. നമ്മൾ ഒന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എണീക്കുന്ന സന്ദർഭത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കേടില്ലല്ലോ. നമ്മളെ കൈ ഇങ്ങനെ കുത്തി നോക്കി വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ശരീരത്തിന് പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് വരുന്നൊരു അൽഹംദുലില്ലാ എന്നുണ്ട്. എന്ന് വെച്ചാൽ
അള്ളാഹുവിന്റെ കാരുണ്യവും മഹത്വവും മനസ്സിൽ ചാലിച്ചുകൊണ്ട് ആ പറയുന്ന സമയത്ത് വരുന്നൊരു വാക്കുണ്ട് അല്ലെ, ആ സമയത്ത് നമ്മൾ പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ്. ഈ വാക്കുകളൊക്കെ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റൊക്കെ എന്നറിയോ, മനസ്സ് തട്ടി വരേണ്ടതാ. ഇബ്രാഹിം അലൈഹിസ്സലാം ഈ പദം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആകെ 23 തവണ ഏത് വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അൽഹംദുലില്ലാ എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ പറഞ്ഞിട്ട് 5 സൂറത്ത് കൊണ്ട് തുടങ്ങുന്നുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് 5 സൂറത്തുകൾ കൊണ്ട് അവസാനിക്കുന്നുണ്ട്. ഈ പദത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ വഹബനി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. പ്രായാധിക്യം അങ്ങെത്തിയിൽക്കെ എന്റെ ഈ വാർദ്ധക്യത്തിലും എനിക്ക് 2 മക്കളെ തന്ന റബ്ബേ അൽഹംദുലില്ലാ. എന്താ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത്? അതാണ് ദിക്റുല്ലാ എന്ന് പറഞ്ഞത്. അതാണ് കരുത്തെന്ന് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ജീവിതത്തില് തന്നത് ഇങ്ങനെ ഓർക്കാതിരിക്കുക, പുതിയതിനു വേണ്ടി ഇങ്ങനെ യാചിക്കുക, പഴയതോർത്ത് എടുത്തു പറയാതിരിക്കുക, എന്നിട്ട് പുതിയത് മാത്രം ചോദിക്കുക. അങ്ങനെ ഒരു രംഗം വരാൻ പാടില്ലല്ലോ. മറിച്ച് പഴയത് ഇങ്ങനെ ഓർക്കണം, എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മുടെ ഉപ്പ ഒന്നാമത്തെ ആള് ആദം അലൈഹിസ്സലാം ജീവന്റെ അടയാളമായി ഈ ഭൂമുഖത്ത് വന്ന് പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്തറിയോ? അൽഹംദുലില്ലാ എന്ന്. എന്നുവെച്ചാല് ആദം അലൈഹിസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് റൂഹ് അദ്ദേഹത്തിലേക്ക് ഊതി, അദ്ദേഹത്തിന്റെ കാതിലും കണ്ണിലും മൂക്കിലുമൊക്കെ ആ പൊടി ഇങ്ങോട്ട് എത്തിയ സമയത്ത് അദ്ദേഹം ആദ്യമായി തുമ്മുകയാണ്. തുമ്മിയിട്ട് ഈ ലോകത്ത് നിന്ന് ആദ്യം പറഞ്ഞ വാക്കേതാണ്? അൽഹംദുലില്ലാ പറഞ്ഞത്. ദിക്റുള്ള വരുമ്പോ ജീവിതത്തിൽ ചാലിച്ചെടുക്കുന്ന ദിക്റുള്ള ഏതാണെന്നറിയോ? അത് അൽഹംദുലില്ലാ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അൽഹംദുലില്ലാ പറയാൻ കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിനെ ഓർക്കാത്തവൻ മുനാഫിക്കാ. അള്ളാഹുവിനെ ഓർക്കാത്തവൻ മുനാഫിക്കാണ്. വാക്ക് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? വല്ല ഇടങ്ങാറും ബുദ്ധിമുട്ടും വരുമ്പോ മാത്രം പടച്ചോനെ എന്ന് വിളിക്കണ നമ്മളെ പോലെ കുറെ ആളുകളുണ്ട്. നല്ല ഒരു വഴിക്കാണ് അവൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവനക്ക് അള്ള ഉണ്ടാവൂല, റസൂലില്ല, ഒന്നുമില്ല. ഇടങ്ങാറ് എന്തെങ്കിലും കൊണ്ട് വന്നാൽ പിന്നെ പരിഭവങ്ങൾ പറഞ്ഞ് എന്തിനൊരു പടച്ചോനെ എനിക്കത് ഇങ്ങനെ തന്നത്, അതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അള്ളാഹുവിനെ അവർ കുറച്ചേ ഓർക്കുള്ളൂ. സൂറത്തു നിസായിലെ 142 ആയത്തില് അള്ളാഹ് വാക്ക് പറയുന്നുണ്ട്, അവർ നിസ്കരിക്കാൻ നിന്നാൽ ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് നിൽക്കുക. ചെലവഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ചാ കൊടുക്കുക. അള്ളാഹിനെ കുറച്ചല്ല മാത്രമേ അവർ ഓർക്കുള്ളൂ. അതുകൊണ്ട് വളരെ വേഗത്തിൽ 2-3 പോയിന്റുകൾ നിങ്ങൾ അവസാനമായി ഓർത്തെടുക്കണം. ഒന്ന്, അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദിക്ർ ഉണ്ടെങ്കിൽ നമ്മോട് വാഗ്ദാനം ചെയ്യുന്ന ചില സംഗതികളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയിലേക്ക് ചേർത്തിയിട്ടായിരിക്കണം ഈ പോയിന്റ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ഹൃദയം മരവിക്കുന്നതിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കും. ഹൃദയം മരിച്ചു പോകും. ഞാൻ കഴിഞ്ഞൊരു ഫസ്റ്റ് ഖുത്ബയിൽ അത് പറഞ്ഞിരുന്നു. ഹൃദയം മരിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, ജീവനുള്ളവനും ജീവനില്ലാത്തവനും എങ്ങനെയാണോ അങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കുന്നവനും അള്ളാഹുവിനെ ഓർക്കാത്തവനും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജീവിച്ചിരിക്കുന്നവൻ മരിച്ചവൻ. ഇതിനെ മുഖ്തസറായി ഈ ഹദീസിനെ അറബ് മൂലം പറയാൻ സമയമില്ല, ഈ ഹദീസിനെ എടുത്തിട്ട് ഉലമാ അതിന്റെ സംഗ്രഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? അള്ളാഹുവിന്റെ ദിക്ർ എത്രയാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബുദ്ധിക്ക്, അതേപോലെ തന്നെ ഒരു ഭയങ്കര പവർഫുള്ളായിട്ട് മാറും. നമ്മുടെ ദിഹിനിന് ശക്തി കൂടും, ബുദ്ധിക്ക് ശക്തി കൂടും, വിവേകം കൂടും, തൻ്റെ ഇടം കൂടും, ശരീരത്തിന് ആരോഗ്യം കൂടും, ആത്മാവിന് ആരോഗ്യം കൂടും, ഒരു ഹയാത്തുൽ ഖൽബുണ്ടാവും. എല്ലാം പടച്ചവൻ തരും അള്ളാഹനെ ഓർക്കണ ജീവിതം ഉണ്ടെങ്കിൽ എന്നാണ്. 2, അത് നിങ്ങൾ ചേർത്തി വായിക്കണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ. രണ്ടാമത്തത്, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു തരും. വളരെ പ്രധാനമാണ് ആ വിഷയം സഹോദരങ്ങളെ.
ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. ശൈത്താനീയത്ത് നമ്മുടെയൊക്കെ പിന്നാലുണ്ട്. അള്ളാഹ് നമ്മളെ കാക്കുന്ന. മൂന്നാമത്തത്, നമ്മുടെ ആയുസ്സില്, നമ്മുടെ റിസ്കില്, നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് തരും. കുറെ ആയുസ്സുണ്ട്, ബർക്കത്തില്ലാത്ത പണവും ബർക്കത്തില്ലാത്ത മക്കളും ബർക്കത്തില്ലാത്ത ആരോഗ്യവും ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹു ഈ തരുന്നതിലൊക്കെ ബർക്കത്തിനെ തരും. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് വരാതിരിക്കാൻ അള്ളാഹു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു നിർത്തും. സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിലുടനീളം എന്തുണ്ടാവണം? ദിക്റുള്ള ഉണ്ടാകണം. അള്ളാഹുവോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ജീവിത വിജയം. ആ വിജയത്തിലൂടെയാണ് ഉപ്പ ജയിച്ചു കയറിയത് എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിന വഹബീബിന മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഒരിക്കൽ കൂടെ അതിനു വേണ്ടി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് യൗമുൻ നഹർ, ഈദുൽ അദ്ഹയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഞാൻ ഇന്ന് ദിക്റുള്ള എന്ന് സംസാരിച്ചത് ബോധപൂർവമാണ്. നമുക്കൊരു വലിയ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടത് ആ സ്മരണയാണ്. അതുകൊണ്ട് ധാരാളമായി ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ധാരാളമായി നമ്മൾ ഈ ദിവസങ്ങളിൽ തക്ബീറുകളാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഞാൻ അന്നൊരു നിർദ്ദേശം തന്നിരുന്നു. എന്നാൽ 2 തരത്തിലുള്ള തക്ബീറുകളുണ്ട്. തക്ബീർ ഒന്നാണ്, 2 രൂപത്തിലാണ് അത് ചൊല്ലേണ്ടത്. ഒന്ന് മുത്ലഖായ വിധത്തിലുള്ള തക്ബീറും ഒന്ന് മുഖയ്യദായ വിധത്തിലുള്ള തക്ബീറും. മുത്ലഖായ തക്ബീർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1-ാം തീയതി മുതൽ അയ്യാമുത്ത ശിരിക്ക് അഥവാ 13-ാം തീയതി മഗ്രിബ് വരെയും നമ്മൾ ഒറ്റക്ക് കുടുംബത്തിലൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലേണ്ട തക്ബീറാണ്. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീറുകൾ ചൊല്ലണം. അതാണ് മുത്ലഖായ തക്ബീർ എന്ന് പറഞ്ഞാൽ. മുഖയ്യദായ ഒരു തക്ബീർ എന്ന് പറഞ്ഞാൽ നമ്മളത് കൃത്യമായി അറഫ ദിവസം അഥവാ ദുൽഹിജ്ജ 9 സുബഹ് മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ 13-ാം തീയതിയുടെ അസർ വരെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ചൊല്ലണം, തക്ബീർ ചൊല്ലണം. അതാണ് മുഖയ്യദായ തക്ബീർ എന്ന് പറയുന്നത്. ഇത് 2ലും നമുക്ക് ശ്രദ്ധകൾ വേണം. അതിന് 2നും ആയത്തുകളുണ്ട്. എല്ലാം നമുക്ക് പറയാൻ സമയമല്ല, ആ ശ്രദ്ധ വേണം. രണ്ടാമത്തൊരു വളരെ പ്രധാനപ്പെട്ട സംഗതി, ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ശേഷം ബലികർമ്മം നടത്തുമ്പോൾ പണവും സൗകര്യങ്ങളും ഉള്ള ആളുകളെല്ലാവരും ബലികർമ്മത്തിൽ ചേർന്നിട്ടുണ്ടാവും. എന്നാൽ അവർ മാത്രമല്ല അവിടെ സന്നിഹിതരാവേണ്ടത്. എല്ലാവരും ഒരു സുന്നത്തായ കർമ്മം എന്ന നിലയിൽ ഭക്തി കൊണ്ട് അതിൽ എന്ത് ചെയ്യണമെന്നറിയോ? പങ്കുചേരണം. റബ്ബേ, നിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല, അതാണ് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാത്തിലും നമ്മൾ പങ്കുചേരണം. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയ നമ്മൾ നല്ലപോലെ കരുതണം. അനാവശ്യമായ ചിത്രങ്ങൾ എടുക്കുക, ആ ചിത്രങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക, അത്തരം സംസ്കാരങ്ങൾ പാടെ നമ്മൾ ഉപേക്ഷിക്കണം. ചിലപ്പോൾ നമ്മളൊക്കെ അറിവിൻ്റെ നമ്മുടെ ഗുരുവാണ്, നമ്മളതിൻ്റെ ഫോട്ടോ എടുക്കും. നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഡിലീറ്റ്, അപ്പം കണ്ണ് കാണിച്ചാൽ മതി. അതൊന്നും ഇങ്ങനെ അയക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. അതൊക്കെ നമുക്ക് ഒരുപക്ഷെ അതൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതകൾ, അതൊന്നും വേണ്ടാത്തതിലൊന്നും നമ്മൾ ചെന്ന് പെടരുത്. നല്ലപോലെ ശ്രദ്ധിക്കണം. പെരുന്നാൾ നമസ്കാരം നിങ്ങൾ വരുമ്പോഴും തക്ബീർ ചൊല്ലി വരണം. നമ്മുടെ പള്ളിയിൽ വെച്ച് 7:10-നാണ്, നമ്മൾ 7 മണിക്കെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു 10 മിനിറ്റും കൂടി നമ്മൾ നീട്ടിയതാണ്. സുബഹ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരുങ്ങുക, എല്ലാവരും വരിക. നമുക്ക് ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരുപാട് അള്ളാഹുവിനെ വാഴ്ത്തണം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. കൂടെ പെരുന്നാൾ ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് നമ്മൾ വരാറുള്ളത്, അല്ലേ? ആ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ കൂടെ
നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും ശ്രദ്ധിക്കണം. ബോധപൂർവമാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു വസ്ത്രം നമ്മളോ നമ്മുടെ മക്കളോ ധരിക്കരുത്. നല്ല വൃത്തിയുള്ള വസ്ത്രം ഇട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ യാത്രകളൊക്കെ. ഭക്ഷണം കഴിക്കാതെ വരണം എന്നതാണ് അതിൻ്റെ സുന്നത്ത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ചെറിയ പെരുന്നാളിനാണ്, ഈദുൽ ഫിത്തറിനാണ് നമ്മൾ പോവുക. ഇത് ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ വരേണ്ടത്. എല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സുന്നത്തും നഷ്ടപ്പെടാതെ അള്ളാഹുവിനെ ജീവിതത്തിലൂടെ ദിക്ർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് നമ്മുടെ ഉപ്പയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. അതാണ് നമ്മുടെ ശക്തി. അള്ളാഹുവേ, ദിക്റുള്ള മനസ്സ് തന്ന് ഞങ്ങളെ നീ തുണക്കണമേ എന്നെപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. കൂട്ടത്തിൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങനെ എല്ലാ രോഗികളായി കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ്. എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ഒരു വിധികൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ കൂടിയിരിക്കുന്ന പ്രാർത്ഥന, ഈ സദസ്സിൽ ഉയരുന്ന പ്രാർത്ഥനകൾക്ക് വല്ലാത്ത കരുത്തുണ്ടെന്ന് അള്ളാഹും റസൂലും നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ സ്ഥിരമായി നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ സഹോദരൻ ഇന്ന് ഒരു വലിയ ആരോഗ്യകരമായ പ്രയാസത്തിലാണുള്ളത്. അദ്ദേഹത്തിന് രോഗവിവരം കുറച്ചുകൂടി കാഠിന്യമുള്ളതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു നൽകി, ആഫിയത്തും ശിഫയും നൽകി, സന്തോഷത്തോടുകൂടി ഇനിയും അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഉദവിയും തൗഫീഖും അതിനുള്ള സാഹചര്യവും അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാവട്ടെ. നമുക്കോരോരുത്തർക്കും ആരോഗ്യമുള്ള മനസ്സും ശരീരവും തന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, മക്കളെയൊക്കെ അള്ളാഹു തുണക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉമ്മത്തിനെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ ദിക്റുള്ള മനസ്സുമായി, ശരീരവുമായി, സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു സ്നേഹിക്കുകയും മക്കളോടൊന്നിച്ച്, കുടുംബത്തോടൊന്നിച്ച്, മാതാപിതാക്കളോടൊന്നിച്ച് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം നമുക്കോരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا